ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നരേന്ദ്രമോദി ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം സന്ദർശിച്ചിരുന്നു. അവിടെ എത്തി അദ്ദേഹം ചരിത്രം പറഞ്ഞു. നെഹ്റുവിൻ്റെയും കോൺഗ്രസിൻ്റെയും ചരിത്രം പറഞ്ഞു. പക്ഷേ ആ ചരിത്രം പറഞ്ഞപ്പോൾ വേദനിച്ചത് ഇങ്ങ് ഏഷ്യാനെറ്റിലെ പ്രശാന്ത് രഘുവംശത്തിനാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഒരു താക്കീത് നൽകുന്നുണ്ട് ആ പ്രോഗ്രാമിൽ. അത് ഇങ്ങനെയായിരുന്നു: പഴയ കാര്യങ്ങളിലേക്ക് പോയി രാഷ്ട്രീയം കളിക്കുന്നത് നരേന്ദ്രമോദി നിർത്തണമെന്നാണ് ഒരു താക്കീത് ഈ കേരളത്തിൽ നിന്ന് നൽകിയിരിക്കുന്നത്. നരേന്ദ്രമോദി പേടിച്ചു കാണുന്നു. എവിടെ പേടിക്കാം നരേന്ദ്രമോദി? ഇതിലപ്പുറത്തെ ഭീഷണികൾ നരേന്ദ്രമോദിക്ക് ഉണ്ട്. ഈ പ്രശാന്ത് രഘുവംശം പഠിച്ചിറങ്ങിയ JNU കോളേജ് തന്നെ അതിനകത്ത് കബറടക്കം ചെയ്യുമെന്ന് വിദ്യാർത്ഥികളെ ലൈറ്റണക്കിയിട്ട് പ്രസംഗിച്ചു ഡൽഹിയിൽ. ഇതാണോ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രധാനമന്ത്രിക്കെതിരെ പറയേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിജിയെ, പ്രധാനമന്ത്രിയെ, ഏഷ്യാനെറ്റിലെ പ്രശാന്ത് രഘുവംശം പഠിപ്പിക്കുകയാണ് പഴയ ചരിത്രം ആവർത്തിക്കില്ലെന്ന്. എന്താണ് അദ്ദേഹത്തിന് പറയാൻ? ഇന്ത്യയിൽ പരിഹരിക്കാൻ പ്രശ്നങ്ങൾ ധാരാളം. പഴയ കാര്യങ്ങളിലേക്ക് പോയി രാഷ്ട്രീയം പഴയ കാര്യം നിർത്തലാക്കണം. പഴയ കാര്യം എന്ന് പറഞ്ഞാൽ സോമനാഥ ക്ഷേത്രത്തിൻ്റെ പണി പുരോഗമിച്ചു. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ വിളിച്ചിട്ട് ചെന്നിട്ടില്ല. അന്നത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ക്ഷണിച്ചിട്ടും ഗവൺമെൻറ് താക്കീത് കൊടുത്ത് പോകരുത്. കാരണം മുഗളന്മാർ നശിപ്പിച്ച ക്ഷേത്രമാണ് ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം. ആ മുഗളന്മാരായിട്ടുള്ള ആളാണ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റല്ല, മഹർ വംശത്തിലെ കാശ്മീരിയാണ് നെഹ്റു. നെഹ്റു എന്ന് പറഞ്ഞ പേര് ഉത്തരേന്ത്യയിലെ ബ്രാഹ്മൺസിൻ്റെ പേരാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ബ്രാഹ്മൺസ് ആയിരിക്കാം, ഫാദർ മുഹമ്മദിയനാണ്. അപ്പോൾ ഒരു മുഗളനാണ് സോമനാഥ ക്ഷേത്രം തകർത്തത്. അത് പുനരുദ്ധരിച്ചു. അത് പുനരുദ്ധരിച്ചപ്പോൾ ആ മുഗള വംശത്തിൻ്റെ രക്തമുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോകരുതെന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഉപദേശിച്ചു. അത് മോഡിയുടെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞല്ല, ഇന്ത്യൻ ചരിത്രമാണ്. ഇന്ത്യൻ ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ പഠിക്കാതിരിക്കുവാനാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു അജണ്ടയാണല്ലോ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് എല്ലാവരും മനസ്സിൽ കരുതണം, അത് ഓർത്തിരിക്കണം. അയോധ്യയെ കുറിച്ച് ഓർത്തിരിക്കണം. പക്ഷെ കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ച് ഓർക്കാൻ പാടില്ല, സോമനാഥ ക്ഷേത്രത്തെ കുറിച്ച് ഓർക്കാൻ പാടില്ല, ഇങ്ങ് മലബാർ കലാപത്തെ കുറിച്ച് ഓർക്കാൻ പാടില്ല. അതെന്താണ്? പുതിയൊരു അജണ്ടയാണോ? അത് കോൺഗ്രസിന്റെ. എന്നും ഈ പ്രശാന്ത് രഘുവംശവും കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ ഒരു അബ്ജോദ്. ഇവരെല്ലാം വിദേശ ജിഹാദികളുടെയും പൈസ പറ്റുന്ന ഇവിടുത്തെ പത്ര ഏജന്റുമാരാണ്. മോഡിയെ തകർക്കണം, മോഡിയുടെ ഗവൺമെൻറ് വരുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് വാർത്താമാധ്യമങ്ങൾ കേരളത്തിലുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ പല മൊട്ടമാരും, പല അബ്ജോദുകളും, പല വേണുമാരും കേരളത്തിൽ BJP വളരാൻ സമ്മതിക്കില്ല. ആ രീതിയിൽ BJPക്കെതിരെ ദുഷ്പ്രചരണം, കമ്മ്യൂണിസ്റ്റുകാരെക്കാളും ഏറ്റവും കൂടുതൽ ജിഹാദി ചാനലുകളാണ് BJP കേരളത്തിൽ വരരുത്. കാരണം ഇവർക്കെല്ലാം, ഈ പറയുന്ന ലേഖകന്മാരെല്ലാം വിദേശത്ത് പോകുകയാണെങ്കിൽ ചെലവും അവർ കൊടുക്കും. ഈ ജിഹാദികളും സ്പോൺസർമാരും. നിങ്ങൾ BJPക്കെതിരെ, മോഡിക്കെതിരെ, RSSനെതിരെ നിങ്ങൾ പ്രചരിപ്പിക്കൂ. നിങ്ങൾക്ക് കുടുംബസമേതം ഇവിടെ വന്നാൽ ചെലവും ടിക്കറ്റും എല്ലാം സുഖാസവേന്ദ്രത്തിൽ തരാം. ഇത് കേന്ദ്ര ഗവൺമെൻറ് അന്വേഷിക്കണം. ഇവരെ ഈ ജിഹാദികളെ കൽത്തുറുങ്കിൽ അടയ്ക്കണം. ഇത്തരം മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന, മുഖ്യമന്ത്രിയുടെ ഭാഷയെ പറഞ്ഞാൽ മാധ്യമ സിൻഡിക്കേറ്റാണ്. വളരാൻ അനുവദിക്കാത്തത് ഇവിടുത്തെ ചില മാധ്യമങ്ങളാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രശാന്ത് രഘുവംശം കോൺഗ്രസ് പോകുമ്പോൾ ആ പുഷ്പക വിമാനത്തിൽ, പ്രധാനമന്ത്രിയുടെ വിമാനത്തിൽ എല്ലാ രാജ്യങ്ങളിലും കറങ്ങാം, സുഖസൗകര്യം കിട്ടും, രാജ്യങ്ങൾ വീക്ഷിക്കാം. അവിടെ പോയാൽ ഈജിപ്ഷ്യൻ ടവർ കാണാം, പാരീസിൽ പോയാൽ എല്ലായിടമൊക്കെ അടിച്ച് കറങ്ങാം, കുറേ റിപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഇന്ന് നരേന്ദ്രമോദി ഇവരെ ആരെയും ചെലവും കൊടുത്ത് റൂമും കൊടുത്ത് കൊണ്ടുപോകുന്നില്ല. ഈ ഒരു വൈരാഗ്യമുണ്ട് പ്രധാനമന്ത്രിക്കെതിരെ. ഈ 13 വർഷം ഇന്ത്യയുടെ ഒറ്റ പത്രക്കാരെ അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റിൽ വിദേശ രാജ്യങ്ങൾ കാണാനോ റൂം എടുക്കാനോ ഇന്ത്യൻ ഖജനാവിനെ പൈസ മുടിക്കുവാനോ ഒക്കില്ല. ലാസ്റ്റിൽ ഇറങ്ങിയ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ ഗവൺമെൻറ് പരിശോധിച്ചാൽ, പാർലമെൻറ്റ് രേഖകൾ നോക്കിയാൽ അറിയാം, അദ്ദേഹത്തിൻ്റെ വിദേശ യാത്രകൾ റിപ്പോർട്ട് ചെയ്യുവാൻ പോകുന്ന ചാനലുകാരുടെ എക്സ്പെൻസ് കോടിക്കണക്കിന് രൂപയാണ്. ഇത് താങ്കളും ഞാനും എല്ലാം കരം കൊടുക്കുന്ന GSTകളല്ലേ.
അപ്പോൾ ഇത്തരത്തിലുള്ള ലേഖകന്മാരെയും ഈ അർബൻ നക്സലൈറ്റായിട്ടുള്ള ഇവരെ JNUവിലും ഈ പ്രശാന്ത് രഘുവംശം ഇത് പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. ഇതിനപ്പുറം അയാൾ പറയും. കാരണം പണ്ട് അതേ ചാനലിൽ നിന്നാണ് കുംഭമേളക്കെതിരെയും രംഗത്ത് വന്നത്. അവിടുത്തെ വൃത്തിഹീനമായ ശവങ്ങൾ ഒലിച്ചു പോകുന്ന ഇതൊക്കെയാണോ ഭക്തി സ്ഥലങ്ങളെന്ന് റിപ്പോർട്ട് ചെയ്തവനാണ് ഈ പ്രശാന്ത് രഘുവംശം. മഹാപ്രയാഗിനെ കുറിച്ച്, പ്രയാഗിൻ്റെ ചരിത്രമോ പ്രയാഗിൻ്റെ ആ പൈതൃകമോ പ്രയാഗിൻ്റെ സംസ്കാരമോ അറിയാത്തവനാണ്. ഇവൻ പഠിച്ച കാലഘട്ടത്തെല്ലാം ജിഹാദി പഠനവും നക്സലൈറ്റ് ഭരണവും SFI കൂടിയാണ് പഠിച്ചു വന്നിട്ടുള്ളത്. അവൻ ശരിക്കും പറഞ്ഞാൽ പണ്ട് പ്രകാശ് കാരാട്ട് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ എപ്പോഴും ക്യാമറയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്പീച്ച്, അദ്ദേഹത്തിൻ്റെ സെമിനാർ, കാരണം അദ്ദേഹമായിട്ട് നല്ല അടുപ്പമുണ്ട്. SFIക്കാരനാണ് പ്രകാശ് കാരാട്ട്. SFIയുടെ നാഷണൽ പ്രസിഡൻ്റായിരുന്നു. എപ്പോഴും പിന്തുണ നടന്നു. ഈ 13 വർഷം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ പുകഴ്ത്തുവാൻ രഘുവംശത്തിന് ഇപ്പോൾ കഴിയുന്നില്ല. മോഡിയെക്കുറിച്ച് പറയാതിരിക്കുവാൻ വയ്യില്ല. പക്ഷേ ഒരു കോർപ്പറേറ്റ് മുതലാളി എന്നുള്ള നിലയിൽ ഏഷ്യാനെറ്റിൻ്റെ സ്ഥാപകൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ സാറാണ്. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ നോക്കില്ല. തൊഴിലാളി നിയമങ്ങളുണ്ട്, നിയമവ്യവസ്ഥിതിയുണ്ട്. BJPയുടെ ചാനലാണ്. BJPയുടെ ചാനലിൽ കൂടിയാണ് നരേന്ദ്രമോദിക്കെതിരെ ഇത്തരം വാർത്തകൾ വരുന്നത്. പക്ഷേ ഒരു തൊഴിൽ സ്ഥാപനം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നിഷ്കർഷിക്കാൻ നോക്കില്ല. മാധ്യമ സ്വാതന്ത്ര്യമാണ്. അത് ഒരു ബിഗ് സല്യൂട്ട് രാജീവ് ചന്ദ്രശേഖർജിക്ക് കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു അവകാശത്തിനും അദ്ദേഹം പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ സ്റ്റാഫുകൾ പോകാറില്ല. അത് അദ്ദേഹം ചെയ്യുന്ന ആ ജോബിനോടുള്ള ക്രെഡിബിലിറ്റിയാണ് രാജീവ് ജി ചെയ്യുന്നത്. വേറൊരു ചാനലായിരുന്നെങ്കിലോ, ഇപ്പോൾ തടിമുറക്കൽ ചാനലുകൾ ഇവിടെ ഉണ്ട്, അതിലായിരുന്നെങ്കിൽ അയാൾ ഇരിക്കും. ഇപ്പോൾ സുജയ പാർവതി ഉണ്ട്, ആ കുട്ടിയെ അടിച്ച് കളഞ്ഞില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ചാനലുകൾ ഇരിക്കും. പക്ഷേ അദ്ദേഹം മാധ്യമ സ്വാതന്ത്ര്യത്തിന് വില കൊടുത്തതുകൊണ്ടാണ് ചന്ദ്രശേഖർജി, പ്രശാന്ത് രഘുവംശം, അബ്ജോദ് വർഗീസും എല്ലാം ഇത്തരത്തിലുള്ള ന്യൂസുകൾ വെളിയിടുന്നത്. പണ്ട് ഇതുപോലൊരു ചാനലിലൊരുത്തം ഉണ്ടായിരുന്നു, ഇപ്പോൾ കൈരളിയിലാണ് ഉള്ളത്. എപ്പോഴും നോക്കിയാലും നരേന്ദ്രമോദി കക്കൂസി പോയാലും കുറ്റം, കുളിക്കാൻ പോയാലും കുറ്റം, അമിത്ഷയെ കുറ്റം, അടിച്ചു കളഞ്ഞു. അതിൽ നിന്ന് വാസ്തവവിരുദ്ധമായ വാർത്ത. അത് ആ യൂണിവേഴ്സിറ്റി പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് CI സമരം നടന്നപ്പോൾ ജാമ്യ മില്ലിയ സർവകലാശാലയിൽ കയറിയതിനൊക്കെ അതിക്കിറക്കി വെച്ച് ഡൽഹി പോലീസ് കയറി. കള്ള റിപ്പോർട്ടാണ്. ജാമ്യ മില്ലിയ സർവകലാശാലയിൽ എന്ത് നടക്കുന്നു ഇന്നകത്ത് കിടക്കുന്നില്ലേ, PhD എടുക്കുന്ന റിപ്പോർട്ടിലാണ്. അതെ, ഇന്നിപ്പോൾ ആൾക്കാർ കിടക്കുന്നല്ലോ. ഈ ജാമ്യ മില്ലിയ സർവകലാശാല എന്ന് പറഞ്ഞാൽ തീവ്രവാദികളെ വളർത്തിവിടുന്ന സർവകലാശാല. എങ്ങനെ ബോംബുണ്ടാക്കാം, എങ്ങനെ വയറുകൾ ടച്ച് ചെയ്താൽ ബോംബ് പൊട്ടും, അതല്ലേ ഡോക്ടർമാർ ഇപ്പോൾ ഈ പകൽഗാമിൽ നടന്നവർക്ക് പിന്തുണ കൊടുത്ത് അകത്ത് കിടക്കുന്നത്. അവരെ വെളിയിൽ വിടണമെന്നാണ് ജാമ്യ മില്ലയുടെ SFIക്കാർ പറയുന്നത്, JNUവിലെ SFIക്കാർ പറയുന്നത്. ഈ രാജ്യത്തിൻ്റെ ഉപ്പും ചോറും തിന്ന് ഒരു കുട്ടിക്ക് കിട്ടുന്ന റിസർച്ചിന് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സ്കോളർഷിപ്പ് അറിയാം. 58,000 രൂപയാണ് ഒരു വിദ്യാർത്ഥിക്ക് കേന്ദ്ര ഗവൺമെൻറ് നമ്മൾ കൊടുക്കുന്ന GST ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് റിസർച്ച് ചെയ്യാൻ JNUവിലും ജാമ്യ മില്ലിലും വിടുന്നത്. ഈ കാശ് വാങ്ങിച്ച് തിന്നുകൊണ്ടാണ് നരേന്ദ്രമോദിയെ കബറടക്കാൻ പറയുന്നത്. ഈ കാശ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രശാന്ത് രഘുവംശവും പാർട്ടികളും JNUന്ന് പഠിച്ചിറങ്ങിയത്. ഇന്നും പല JNU സന്തതികൾ ഇറങ്ങുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈസയിലാണ്. അപ്പോൾ പിന്നെ സഖാക്കൾ പറയും, SFIക്കാർ പറയും, അതൊരു ഗവൺമെൻറ്റിൻ്റെ ധർമ്മമാണ് മോഡിയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടത്. ആ ധർമ്മവും ആ ഇതും കേരള സർവകലാശാലയ്ക്കും ബാധകമല്ലേ എന്ന് SFIക്കാർ മറന്നു പോകുന്നു. അവിടെ 2 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 2 ABVPക്കാരെ സിൻഡിക്കേറ്റിൽ നിയമിച്ചപ്പോൾ കാലിളവേണ്ട കാര്യം തോന്നുന്നു. കാലാകാലങ്ങളിൽ ഇവിടുത്തെ SFIയും ഇവിടുത്തെ ജിഹാദികളും ഇവിടുത്തെ നക്സലേറ്റുകളും BJPക്കും RSSനും എതിരായിട്ട് നിന്നിട്ടും രാഷ്ട്രത്തിൻ്റെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഇന്ന് BJPയുടെ കയ്യിലാണ്. ഈ രാഷ്ട്രം RSS ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് നമ്മുടെ പരമപൂജനീയ നമ്മുടെ സർസംഘചാലക്ക് ഒരു വക മിണ്ടാറില്ല. പക്ഷേ വരുന്ന ജിഹാദി പത്രങ്ങളിലും ചാനലുകളിലെല്ലാം അദ്ദേഹത്തിനെതിരായിട്ടുള്ള വാർത്തകളാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഭാരതത്തിൻ്റെ ഉപ്പും ചോറും തിന്ന് ഭാരതത്തിൽ പ്രവർത്തിക്കുന്നവർ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ വരരുത്.
ഈ ഭാരതത്തിൻ്റെ കോൺസെപ്റ്റ് സംസ്കാരം ഹിന്ദുത്വ നാഗരികതയാണെന്ന് പറയുന്നതിൽ എവിടെ വർഗീയത? നമ്മൾ പോലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരു RSSൻ്റെ സൈദ്ധാന്തികരോ RSSൻ്റെ പ്രസിദ്ധീകരണങ്ങളിലോ പറഞ്ഞിട്ടില്ല. ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കണമെന്നോ ഇന്ത്യ ഓടിക്കണമെന്നോ. ഈ 13 വർഷമായല്ലോ. പല സ്ക്വാഡ് വർക്കുകൾക്ക് ഇവർ പോകും. BJP വന്നാൽ ക്രിസ്ത്യാനികളെ വോട്ടിക്കും, മുസ്ലിങ്ങളെ വോട്ടിക്കും. ഏത് സംസ്ഥാനത്തു നിന്നാണ് ഒരു മുസ്ലിം സഹോദരനും ക്രിസ്ത്യൻ സഹോദരനും ഇന്ത്യ വിടേണ്ടി വന്നത്? ഈ ജിഹാദി മാധ്യമ പ്രവർത്തകർക്ക് കാണിക്കാൻ നോക്കും. അപ്പോൾ ഈ 13 വർഷം ഇത്തരത്തിലുള്ള ലേഖകന്മാർക്ക് ലോകരാഷ്ട്രം ചുറ്റുവാൻ കഴിയുന്നില്ല. ഈ പറഞ്ഞ വ്യക്തിയാണ് മോഡിയുടെ കോട്ടിന് 13 ലക്ഷം രൂപയെന്ന് മോഡി ആദ്യം അധികാരം വന്നപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ഈ ഇദ്ദേഹമാണ് മോഡിക്ക് നരേന്ദ്രമോദിക്ക് കോളേജ് സർട്ടിഫിക്കറ്റ് BA സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്തരം ജിഹാദികളാണ്. ഇതെല്ലാം കടപുഴകി. അടുത്ത കാലത്ത് ആരോ വിവരാവകാശം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. അദ്ദേഹം കഴിഞ്ഞു പ്രചാരകമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു കാലം ഇവിടെ പോയി വീണ്ടും ഡൽഹി സർവകലാശാലയിൽ നിന്ന് പഠിച്ചിറങ്ങിയതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും കേരളത്തിലെ ഒരു മാധ്യമം മോഡിയുടെ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. അപ്പം നുണകൾ, വിദേശ രാജ്യങ്ങളുടെ പൈസകൾ കൈപ്പറ്റി സുഖലോലിപന്മാരായി ഈ ഗവൺമെൻറ്റിനെയും മോഡിയെയും നാണക്കേട് വിദേശ രാഷ്ട്രങ്ങളുടെ മുമ്പിൽ മോശമാക്കണം. എത്രയോ പ്രാവശ്യം ശ്രീമാൻ രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധ പ്രസംഗം ജർമ്മനിയിലും ഫ്രാൻസിലും ഇറ്റലിയിലും നടത്തി. ഈ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വോട്ട് ചോരി എന്ന് പറഞ്ഞ് ഏതോ ഒരു മോഡലിൻ്റെ പേരിൽ ഹരിയാനയിൽ വോട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് വോട്ട് പലയിടവും ചെയ്തു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം മെഷീൻ കള്ളത്തരം, വോട്ട് മെഷീൻ കള്ളത്തരമെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇത്തരം പഹയന്മാരായ ജനാധിപത്യ ധ്വംസകരാണ്. അവസാനം ഇലക്ഷൻ കമ്മീഷൻ എല്ലാ പാർട്ടിയുടെ ആൾക്കാരെയും കൊണ്ടുവന്ന് മെഷീൻ നിങ്ങൾ എവിടെ വേണോ പരിശോധിക്കാമെന്നോ. ഏറ്റവും കമ്പ്യൂട്ടറിൻ്റെ ബിരുദധാരിയായ ബിൽഗേറ്റ്സിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് കോൺഗ്രസ് ആൾ കൊണ്ടുവന്ന് ഈ EVM മെഷീൻ പരിശോധിച്ചു. ഒരു കുഴപ്പമില്ലാന്ന് ഇലക്ഷൻ കമ്മീഷന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവർ പോയി. ഇപ്പോഴും കോൺഗ്രസ് ജയിക്കുന്നിടത്ത് മെഷീന് കുഴപ്പമില്ല. കോൺഗ്രസ് തോക്കുന്നിടത്തെല്ലാം EVMൽ കുത്തുമ്പോൾ എല്ലാം താമരയ്ക്ക് പോകും. എന്തിന്? തിരുവനന്തപുരം ജില്ലയിൽ ബഹുമാനപ്പെട്ട ശക്തൻ, പഴയ നിയമസഭാ സ്പീക്കർ, ഏതോ ഒരു ബൂത്തിൽ പോയപ്പോൾ കുത്തുന്ന വോട്ടെല്ലാം താമരയ്ക്ക് വീണെന്ന് അദ്ദേഹം പറഞ്ഞു. എത്ര വിവരക്കേടായ മുൻ സ്പീക്കർ എന്നാലോചിച്ചു. അപ്പോൾ ഇവിടുത്തെ ശാസ്ത്ര സാങ്കേതിക സയൻറ്റിസ്റ്റുകൾ മഫന്മാരാണ്. അത് ഉടനെ അതിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എല്ലാ ചാനലുകളും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഏതോ കാട്ടാക്കടയിലുള്ള ഏതോ ഒരു ബൂത്തിൽ എന്തോ ഒരു തർക്കം കൊണ്ട് ആ മെഷീൻ മാറ്റി വെച്ചിട്ട് വേറെ മെഷീൻ വെച്ചു. ഇപ്പോൾ റിസർച്ചിന് കൊണ്ടുപോയി. ആ മെഷീൻ യാതൊരു കുഴപ്പവുമില്ല. അവിടെ വന്ന ഇലക്ട്രിക് സർക്കുലേഷനിൽ വന്ന എന്തോ ഒരു സംതിങ് റോങ്. അങ്ങനെ ഊഹാപോഹങ്ങൾ പരത്തുന്ന ശരിയാണ് ലീഡർമാർക്ക്. ഇത് കാലാകാലങ്ങളിൽ ഭാരതത്തിൽ അനുവർത്തിച്ച് വരുന്ന ജിഹാദി അർബൻ നക്സലൈറ്റ് സിൻഡിക്കറ്റാണ്. ആ സിൻഡിക്കറ്റിന് പുല്ല് വില പോലും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി കൊടുക്കുകയും. അപ്പോൾ സോമനാഥ ക്ഷേത്രത്തിൽ പോയി പഴയ കാര്യങ്ങളെ ഓർമ്മിച്ച് ഇനിയും ഉത്തരേന്ത്യയിൽ അയോധ്യ പോലെ പ്രശ്നമാകുമോ എന്ന് ഈ പത്ര സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾക്ക് ഒരു പേടി സ്വപ്നം. അതാണ് പ്രശാന്ത് രഘുവംശം നരേന്ദ്രമോദിക്ക് താക്കീത് കൊടുത്തിരിക്കുന്നത്. ഇനിയെങ്കിലും ഗുജറാത്തിൽ ഈ സോമനാഥിൽ പ്രസംഗിച്ച പ്രസംഗങ്ങൾ ഇവരോട് ആവർത്തിക്കണം. എന്ത് വിരോധം! മോഡി എന്ത് പറയണമെന്ന് മോഡിയല്ലേ തീരുമാനിക്കുന്നത്? പ്രശാന്ത് രഘുവംശമാണോ? അപ്പോൾ ഇത് കേരളത്തിലും ബംഗാളിലും ഇനി BJP വരും. BJPയുടെ നിയന്ത്രണത്തിലെ ഗവൺമെൻറ് ഉണ്ടാവും. ഇടയ്ക്കൊരു സർവേ ഉണ്ടായിരുന്നു, ഏതോ ഒരു ഇൻ്റർനാഷണൽ പത്രത്തിൻ്റെത്, ഇന്ത്യയിലുള്ള ABC ന്യൂസാണ്, ഇംഗ്ലീഷ് ന്യൂസ് എടുത്തിട്ടിരുന്നു. ഈ നടക്കാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുവാൻ ചാൻസ് ഉണ്ട് എന്ന് അവർ ഓരോ വില്ലേജിലും പോയി സർവേ എടുത്തു. ആ ചാനൽ ABC ഇംഗ്ലീഷ് ചാനൽ. ബംഗാളിൽ BJP വരും, ആസാമിൽ വീണ്ടും BJP, പുതുച്ചേരിയിൽ വീണ്ടും BJP, തമിഴ്നാട്ടിലും BJPയോട് അനുകൂലമായി ജനം നിൽക്കുന്നു. കേരളത്തിലും തിരുവനന്തപുരത്ത് BJP മേയർ വന്നു. ഇവർ അങ്കലാപ്പായി മാധ്യമങ്ങൾക്ക്. അതേസമയം പ്രശാന്ത് രഘുവംശത്തിന് 2 വിദേശ രാഷ്ട്രങ്ങൾ കൊണ്ടുപോയി നോക്കണം. മറ്റന്നാൾ മുതൽ മോഡിക്ക് അനുകൂലമായിട്ട് പറയും.
ഈ പറയുന്ന അബ്ജോദിനെ എന്തെങ്കിലും ഒരു കേന്ദ്ര ഗവൺമെൻറ് ട്രീറ്റ്മെൻറ്റ് ഡൽഹിയിൽ വിളിച്ച് കൊടുത്തു നോക്കിയിട്ട് നാളെ മോഡി നല്ലവനെന്ന് പറയും. ഇത് നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സാറിൻ്റെ പത്രധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ളവരാണ്. മറ്റുള്ളവർക്ക് കേസെടുക്കും പോലെ ഇവർക്കെതിരെയും കേസെടുക്കണം. പ്രധാനമന്ത്രിയെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ കൊണ്ട് വാർത്തകൾ കൂടി മാധ്യമങ്ങൾ കൂടി ജനങ്ങളുടെ എത്തിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.